വയനാട്ടിലേക്ക് പ്രിയങ്ക എത്തുമ്പോൾ ആരെ എതിരായി നിർത്തും ഇടതുമുന്നണി? സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇതുവരെ ആലോചന ആരംഭിച്ചിട്ടില്ലാത്ത CPI ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്? സംസ്ഥാന അധ്യക്ഷനെ ഇറക്കിയതുപോലുള്ള പരീക്ഷണം പ്രതീക്ഷിക്കണോ BJPയിൽ നിന്ന് ഇത്തവണയും? സാധ്യതകൾ ഇങ്ങനെയാണ്. രാഹുലിന് പകരം പ്രിയങ്കയാകുമ്പോൾ വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി തുടരും. അവിടെ മുഖ്യ എതിരാളിയായ ഇടതുമുന്നണി ഒത്ത സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന വികാരമാണ് പൊതുവിൽ. അങ്ങനെയെങ്കിൽ രാഹുലിനെതിരെ മത്സരിച്ച ആനി രാജയെ തന്നെ വീണ്ടും ഇറക്കാൻ CPIക്ക് താല്പര്യമുണ്ട്. അനുകൂലമായല്ല ആനി രാജയുടെ പ്രതികരണമെങ്കിലും. UDF തരംഗത്തിലും വയനാട് മണ്ഡലത്തിൽ 2014നേക്കാൾ 8000 വോട്ടാണ് ആനി രാജ വർദ്ധിപ്പിച്ചത്. മുന്നണി അടിത്തറ നിലനിർത്തുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ CPI മറ്റ് സാധ്യതകളിലേക്ക് പോകും. CPI ജില്ലാ സെക്രട്ടറി EJ ബാബുവാണ് അങ്ങനെയെങ്കിൽ പരിഗണിക്കാനിടയുള്ള മറ്റൊരു പേര്. അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കായി CPIക്ക് ചുരമിറങ്ങേണ്ടി വരും. 2014-ൽ MA ഷാനവാസിനോട് വെറും 20,000-ഓളം വോട്ടിന് തോറ്റ സത്യൻ മൊഗേരിയുടെ പേര് കൂടി CPIക്ക് മുന്നിൽ വരാം. കുടുംബാധിപത്യമെന്ന ആയുധമിറക്കി ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിക്കഴിഞ്ഞു BJP. 78,000-ൽ നിന്ന് 1,40,40,000-ലേക്ക് വോട്ടുയർത്താൻ K സുരേന്ദ്രനിലൂടെ അവർക്ക് കഴിഞ്ഞിരുന്നു. അത്തരമൊരു പരീക്ഷണ സാധ്യത ആരായുകയാണ് ഉപതെരഞ്ഞെടുപ്പിലും അവർ. പ്രിയങ്കയ്ക്കെതിരായി ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന ചർച്ച BJPയിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ടുയർത്തി മികവ് കാട്ടിയ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ പരിഗണനാ ലിസ്റ്റിൽ ഉണ്ട്. പാലക്കാടല്ല ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതെങ്കിൽ അത് വയനാടായിരിക്കും. രാഹുലിന് ആദ്യം ലഭിച്ച 4 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ഉറപ്പാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു UDF. ഇത്തവണ രാഹുലിന് ലഭിച്ച ഭൂരിപക്ഷം കുറച്ചാൽ പോലും ഇടതുമുന്നണിക്ക് പറഞ്ഞു നിൽക്കാം.